ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോകുമ്പോൾ ലൈവ് അത്രയധികം ഓൺ ആയിട്ടില്ല, ആക്റ്റീവ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് നല്ല രീതിയിൽ ഓൺ ആകാൻ പറ്റുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ, ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. കണ്ടസ്റ്റൻസും അത് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ജയിൽ നോമിനേഷൻ. ജയിൽ നോമിനേഷൻ വലിയൊരു സീനാവാൻ സാധ്യതയുണ്ട്. ചില വയ്യാത്ത ആൾക്കാരുണ്ട്. ഋഷി മെയിനായിട്ട് വയ്യാത്ത ഒരാളാണ്. അതേപോലെ തന്നെ ജാൻമണി തീരെ വയ്യാത്ത ആളാണ്. അതേപോലെ നോറ ഒട്ടും വയ്യാത്ത ആളാണ്. നോറയുടെ വയ്യാഴിക പ്രേക്ഷകരും കൂടെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് നോറയുടെ ആഗ്രഹം. ഞാനൊരു വയ്യാത്ത കുട്ടിയാണ്, എന്നെ വിന്നറാക്കൂ, എന്നിട്ട് നിങ്ങൾ മാതൃകയാവൂ എന്നൊക്കെ ഉള്ളതാണ് നോറയുടെ ഗെയിം കാണുന്ന സമയത്ത് നോറ പറയാനായിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. നോറയ്ക്ക് വേറെ ഒരു പരിപാടിയുണ്ട്. നോറ ബിഗ് ബോസിനെ പോലും പറ്റിക്കും. ഈ കൺഫഷൻ റൂം ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് ആയിട്ട് എടുക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് നോറയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോറയ്ക്ക് അറിയാം, കൺഫഷൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവസരമുണ്ട്. ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യും, പൂർണ്ണമായിട്ട് ആ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്യില്ല. അപ്പൊ അതും ഓക്കെ. അതിന്റെ കൂടെ ചില അത്യാഗ്രഹങ്ങളും ഉണ്ട്. എന്താണ്? ബിഗ് ബോസ് നോറയ്ക്ക് ഹിന്റ് കൊടുക്കണം. നോറ നല്ലൊരു പ്ലെയർ ആണോ, അല്ലെങ്കിൽ നോറ വേറെ എന്തെങ്കിലും ഗെയിം മാറ്റി പിടിക്കണോ, ഇതൊക്കെ അത്യാഗ്രഹിക്കുന്നുണ്ട് നോറ. പിന്നെ ബിഗ് ബോസ് സ്ഥിരമായിട്ട് എല്ലാ ആൾക്കാരോടും പറയുന്നത് പോലെ നിങ്ങളൊരു സ്ട്രോങ് പ്ലെയർ ആണ്, അടിപൊളിയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. എനിക്ക് തോന്നുന്നു നോറയ്ക്ക് പ്രേക്ഷകർ ഇത് കേൾപ്പിച്ചു കൊടുക്കണമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെയാണ്. ഒരു വല്ലാത്ത ജീവിതമാണ് കുട്ടിക്ക്. കൂടുതൽ വയ്യാത്ത ജാൻമണിയിലേക്ക് പോകാം. അതിനു മുൻപ് നോറ, റിസ്മിൻ, ജാസ്മിൻ ഇവരെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ. ഇന്നലെ ജാസ്മിന്റെ വായിൽ നിന്ന് പെട്ടെന്നൊരു വാക്യം പോയി. അത് പെട്ടെന്ന് സഡൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ വിഷു എടുത്തിട്ടു. അപ്പോൾ ആ ഒരു വാക്യം എന്തായിരുന്നു? വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാക്യമായിരുന്നു. ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ശരിക്കും ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നോറയും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. പല ആൾക്കാരും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഫ്രണ്ട് ആയത്? നിങ്ങൾക്ക് പുറത്ത് പരിചയമുണ്ടോ? ഇപ്പൊ നോറ എന്താണ് പറഞ്ഞത്? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നോറ പറഞ്ഞത് ഞങ്ങൾക്ക് പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കണക്ട് ആയി. അപ്പോൾ പീരീഡ്സ് ആയിട്ടുള്ള രണ്ടാളുകൾ കണക്ട് ആയി, ഓക്കെ. പക്ഷെ അന്ന് തൊട്ട് തന്നെ നോറ ഭയങ്കര വീക്കാണ്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പിറ്റേന്നത്തെ ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോറയുടെ ഈ ഒരു ഇമോഷണൽ ആയിട്ട് ഡൗൺ ആവുന്നതിനെ കുറിച്ചിട്ട് ജാസ്മിൻ പറയുന്നു. അപ്പൊ തന്നെ നോറയ്ക്ക് ഉള്ളിൽ ജാസ്മിനോട് ഒരു ചെറിയ ദേഷ്യം തോന്നുന്നു. നോറയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നു. ഇന്നലെ കൺഫഷൻ റൂമിൽ നോറ പറഞ്ഞ എന്താണ്? ജാസ്മിൻ, നോറ പുറത്ത് വഴക്കുണ്ടാക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. അവർ ഓൾറെഡി സൗഹൃദത്തിലായിരുന്നു, പക്ഷെ അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. ആ ഒരു വഴക്കൊക്കെ ഒന്ന് കോംപ്രമൈസ് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ഇപ്പോഴും ജാസ്മിൻ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് വഴക്കുണ്ട് എന്ന് പറയുമ്പോൾ പുറത്ത് സുഹൃത്തുക്കളുമായിരുന്നു. ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ പുറത്ത് നിന്ന് ഈ ഒരു അടിയൊക്കെ കോംപ്രമൈസ് ചെയ്ത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്ലാൻ ഒക്കെ ഇട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവർ അങ്ങോട്ട് ഒറിജിനലായി. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഒരു പ്രഷർ കുക്കർ മൂടൊക്കെ ഉണ്ട്, ഒറിജിനലൊക്കെ പുറത്ത് വരും. അപ്പോൾ അങ്ങനെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോറയ്ക്ക് അധികം ദിവസം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ജാസ്മിൻ ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് നോറയുടെ തലയിലേക്ക് കയറിയില്ല. അപ്പോൾ ഗബ്രി അതിനകത്തേക്ക് വന്നതാണ് ആദ്യത്തെ ഇവർക്കുണ്ടായ ചലഞ്ച്. ഇപ്പോൾ ഗബ്രി പവർ ഉണ്ട്, ഗബ്രി ജാസ്മിന്റെ ഫ്രണ്ടായിട്ട് വരുന്നു. അപ്പോൾ ഗബ്രി ആ പവർ എടുത്തിട്ട് നോറയ്ക്കെതിരെ ഉപയോഗിക്കുന്നു. ആദ്യം ഗബ്രി, ജാസ്മിൻ, നോറ, റിസ്മിൻ ആ ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഗബ്രി നോറയ്ക്കെതിരെ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് റോങ് ആണ് എന്ന് എല്ലാ ആൾക്കാരും പറയുന്നു. എന്നാൽ ജാസ്മിൻ ഇന്നലെ റിസ്മിൻ ചെയ്തതുപോലെ നോറയെ അത്രയധികം ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു സാധനം നോറയുടെ മൈൻഡിലുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നോറ വീക്കാണ് എന്ന് പറഞ്ഞ ഒരു കാര്യവും മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നോറയ്ക്ക് തോന്നി ഇത് തനിക്കായിട്ടുള്ള ഒരു പണിയാണ്, തന്നെ ഒറ്റപ്പെടുത്തും, തനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ മികച്ച പ്ലേയേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ തന്നെ വീക്കാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കും ഇവർക്കുണ്ടാവുക. അങ്ങനെ നോറ ആ ഒരു പ്ലാനിൽ നിന്ന് വിട്ടു. അങ്ങനെ പ്ലാനിൽ നിന്ന് വിടുന്ന സമയത്ത്, ആ ഒരു ഗ്രൂപ്പായിട്ട് അവർ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യത്തിൽ നിന്ന് വിടുന്ന സമയത്ത് ജാസ്മിൻ അത് കലിപ്പോടെയാണ് നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് നോറയോട് ജാസ്മിന് ഭയങ്കര കലിപ്പ്. വേറെ ഒരാളോടും പെരുമാറുന്ന ഒരു രീതിയിലല്ല ജാസ്മിൻ നോറയുടെ അടുത്ത് പെരുമാറുന്നത്. ശരിക്കും നമ്മൾ ഇന്നലെ കണ്ടതാണ്. പതിവ് ജാസ്മിൻ അല്ലാതെ വേറെ എന്തൊക്കെയോ രീതിയിൽ ഇങ്ങനെ ഒരു സൈക്കോ മൂഡിലൊക്കെയാണ് നോറയോട് പെരുമാറുന്നത്. കാരണം ആ ഒരു പ്ലാൻ ബ്രേക്ക് ചെയ്തു. ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ നോറ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ റിസ്മിൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും ഈ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഒന്നും വിട്ടു പറയാൻ പറ്റില്ല. രണ്ടാളുകളും രണ്ട് സൈഡിലുണ്ട്. ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറേയധികം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റിസ്മിൻ അവിടെ സേഫ് കളിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെയാണ് ശരിക്കും ജാസ്മിനും നോറയ്ക്കും റിസ്മിനും പണി കിട്ടാൻ പോകുന്നത്. നോറയുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്ലാൻ പോയി. നോറ വീട്ടിൽ പോകണം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ജെന്യൂനിറ്റി ഒന്നുമില്ല. കൺഫഷൻ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നോറ ഗെയിമറായി മാറും.
വീട്ടിൽ പോണ കാര്യമൊന്നും നോറ പറയില്ല. ഇത് ചുമ്മാ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടി, കരഞ്ഞ് പിടിഞ്ഞ് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഇത്. ഇത് നല്ല രസമുണ്ട്. ഇത് ഒരു വെറൈറ്റി ഗെയിം. ഇനി ജാൻമണിയുടെ കാര്യത്തിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ, ജാൻമണി ശരിക്കും ഭയങ്കര ഒറിജിനൽ ആയിരിക്കാം. കാരണം ജാൻമണി ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ജാൻമണി പറയുന്നു താൻ ബിസിനസ് ക്ലാസ് ആണ്, ബാക്കിയുള്ള ആളുകൾ തേർഡ് ക്ലാസ് ഡ്രാമയാണ്, ലോ ക്ലാസ് ആണ് എന്നൊക്കെ പറയുന്നു. ശരിക്കും ജാൻമണി ഇത് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഇപ്പോൾ മുൻ സീസണുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ അറിയാം ഇതിനകത്ത് ക്ലാസ്സിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ബിസിനസ് ക്ലാസ് ആണെന്നോ അല്ലെങ്കിൽ ലക്ഷറി ക്ലാസ് ആണെന്നോ ഒക്കെ അവകാശപ്പെടാത്ത പല ആളുകളും കപ്പുയർത്തിയിട്ടുണ്ട്. ആ ഒരു ഷോ കണ്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കിടയിലേക്ക് തന്റെ ക്ലാസ് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനായിട്ട് ജാൻമണി ശ്രമിക്കുന്നതിനാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒറിജിനൽ ആയതുകൊണ്ട് ചുമ്മാ അങ്ങ് പറയുന്നതായിരിക്കും. പക്ഷെ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്വഭാവമാണ്. അത് നമുക്ക് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജാൻമണി പറയുന്നതെല്ലാം ശരി, അവർ ബിസിനസ് ക്ലാസ്സിലുള്ള ആളുകളായതുകൊണ്ട്. ബാക്കിയുള്ള ആളുകൾ പറയുന്നതെല്ലാം തെറ്റ്, കാരണം അവർ ലോ ക്ലാസ് ആയതുകൊണ്ട്. ഇത് ജാൻമണിയുടെ പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതേപോലെ അവർ ആ ക്യാപ്റ്റൻസിയിലൊക്കെ അട്ടർ ഫെയിലിയർ ആയിരുന്നു. കാരണം അവർ ക്യാപ്റ്റൻസി അല്ല അവിടെ ശരിക്കും ചെയ്തത്, അവരെന്തോ പവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ജാൻമണിക്ക് ആ ഒരു പവർ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ഥാനം വേണം, അതിനുവേണ്ടി ക്യാപ്റ്റൻസി ഉപയോഗിച്ചു. പക്ഷേ ക്യാപ്റ്റൻസിയുടെ ബാക്കി പരിപാടികളെല്ലാം ചെയ്തത് റസ്മിനും അർജുനും ജിൻഡോയൊക്കെയാണ്. ശരിക്കും അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവരുടെ ഗെയിമിലെ വിവരമില്ലായ്മ. ജാൻമണിയുടെ ഈ ഒരു സ്വഭാവമൊക്കെ കാരണമാണ് പല ആൾക്കാരും നോറയെ പോലെ തന്നെ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യാത്തത്, ജാൻമണിക്കെതിരെ വിമർശനങ്ങൾ പറയാത്തത്. ഇന്ന് ഏതായാലും കാര്യമായിട്ട് തന്നെ ജാൻമണിക്കെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൊമോയിൽ നമ്മൾ അത്രയധികം പ്രശ്നങ്ങൾ കണ്ടത്. ഈ ഒരു കാരണങ്ങളൊക്കെ കാരണമാണ് ജാൻമണി, നോറ, ഋഷി എന്നിവരെ കുറിച്ചിട്ട് ആരും വിമർശനങ്ങൾ ഹൗസിൽ പറയാത്തത്. കാരണം ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ ജാൻമണിയുടെ ഒക്കെ അടുത്ത് ഭയങ്കര സേഫ് പ്ലേ ആണ് എല്ലാ ആൾക്കാരും കളിക്കുന്നത്. ജാൻമണിയെ പണക്കാൻ ആർക്കും താല്പര്യമില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള വിശേഷണങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മോർണിംഗ് ആക്ടിവിറ്റികളിൽ മാത്രമേ ജാൻമണിയെ മെൻഷൻ ചെയ്യത്തുള്ളൂ. നോറയെ പോലെ തന്നെ ആളുകൾ പേടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഋഷിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഋഷി ക്യൂട്ടാണ്, എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് നമ്മളാരും ഋഷിക്കെതിരെ ഗെയിം കളിക്കരുത്, അവന് ദേഷ്യം വരും, അവൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് എന്നൊരു ചിന്തയാണ് ബാക്കിയുള്ള ആളുകൾക്ക്. ഋഷിയെ ഒന്ന് നോമിനേറ്റ് ചെയ്തതിന് എന്ത് ബഹളമായിരുന്നു ഋഷി എന്ന് വെച്ചത്. അപ്പോൾ ഋഷി ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന ഋഷിയോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഋഷി ഒരു വീക്ക് പ്ലെയർ ആണ് എന്നുള്ളത് അവരുടെ മുൻപിൽ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. 6ഓളം വൈൽഡ് കാർഡുകളാണ് വരുന്നത്. അപ്പം ഋഷിയൊക്കെ അവിടെ നല്ല രീതിയിൽ പെടും. സീസൺ 6 ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഗെയിം കളിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നത് ഈ മെയിനായിട്ടും ഈ വയ്യാത്ത 3 ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ട്യൂബിലേറ്റ് കണ്ടസ്റ്റൻസ്, പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാവാത്ത കണ്ടസ്റ്റൻസ് ആരാണ് എന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ പറയേണ്ടതുണ്ട്. ജാസ്മിൻ ശ്രീധുവിനെയാണ് പറയുന്നത് ലാംഗ്വേജ് ബാരിയർ ആയിരിക്കാം, പല കാര്യങ്ങളും പെട്ടെന്ന് ശ്രീധുവിന് കിട്ടില്ല. അർജുൻ ജാൻമണിയാണ് പറയുന്നത്. അപ്പം ജാൻമണി ഒരു സിമ്പിൾ ട്യൂബ്ലൈറ്റ് അല്ല, പോസ്റ്റയിലൊക്കെ ഉള്ള മറ്റേ ഫ്യൂസ് ആയിട്ടുള്ള പതുക്കെ കത്തുകയും കെടുകയും ചെയ്യുന്ന ഒരു ബൾബ് പോലെയാണ് എന്ന് അർജുൻ പറയുന്നു. ലാംഗ്വേജ് ബാരിയറിന്റെ കാര്യവും അർജുൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്സര ജാൻമണിയാണ് പറയുന്നത്. ഗബ്രി ജാസ്മിനെയാണ് പറയുന്നത്. ജാസ്മിൻ ഡയറക്റ്റ് ആയിട്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ജാസ്മിന് മനസ്സിലാവത്തില്ല. എനിക്കൊന്നും മറ്റേ ചെവിയിൽ പറയുന്ന കാര്യമുണ്ടായിരിക്കും, അങ്ങനെ അറിയില്ല. എപ്പോഴും മറ്റേ രഹസ്യങ്ങൾ കൈമാറുന്ന ആളുകളാണ് ജാസ്മിൻ ആൻഡ് ഗബ്രി. എന്തോരം കാര്യങ്ങൾ ഇവർക്ക് ചെവിയിൽ പറയാനുള്ളത്. ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ്. റസ്മിൻ ജാൻമണിയാണ് പറയുന്നത് ലാംഗ്വേജ് ബാരിയർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് റസ്മിൻ്റെ അഭിപ്രായം. ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് അവർ പറയുന്നത്. ശ്രീധു ജാൻമണിയാണ് പറയുന്നത് എത്ര പറഞ്ഞാലും ജാൻമണിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ശ്രീരേഖ ജാൻമണിയാണ് പറയുന്നത് ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്, ചില കാര്യങ്ങൾ മാത്രം ജാൻമണിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ശരണ്യ ജാൻമണിയാണ് പറയുന്നത്. യമുന ഋഷിയാണ് പറയുന്നത്. ഋഷി ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു ട്യൂബ്ലൈറ്റ് ആണ്. നോറയൊന്നും പിന്നെ ആൾക്കാരൊന്നും പറയുന്നില്ല, കാരണം നോറയൊക്കെ പറയാൻ പേടിയാണ്, കരയുന്നോണ്ടായിരിക്കാം. അൻസിബ ശരണ്യാണ് പറയുന്നത്. അൻസിബയുടെ കഥ കഴിഞ്ഞ ദിവസം ശരണ്യക്ക് അത്രയധികം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഋഷി അൻസിബയാണ് പറയുന്നത്. അൻസിബ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്, സ്ട്രൈറ്റ് ആയിട്ട് മാത്രം സംസാരിച്ചാൽ മനസ്സിലാവുന്ന ഒരാളാണ്, യാതൊരുവിധ കള്ളത്തരങ്ങളും മനസ്സിലാവില്ല. പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻഡോ ഫിസിക്സിന്റെ ചില ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. AC DC മോട്ടറിനെ കുറിച്ചിട്ടും അത് മാറിക്കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ടും അങ്ങനെ ഫ്യൂസ് ആവുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു വലിയ ദീർഘ ക്ലാസ് എടുത്തിട്ടാണ് ശ്രീധുവിനെ പറയുന്നത്. അപ്പം ശ്രീധുവിനോട് പറയുന്നുണ്ട് അങ്ങനെ കറണ്ട് മാറി കുത്തരുത് കേട്ടോ, അടിച്ചു പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഗെയിമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്തോ ശ്രീധുവിന് മനസ്സിലായില്ല. പിന്നെ പ്രേക്ഷകരും ട്യൂബ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. നോറ ജിൻഡോയാണ് പറയുന്നത്. നോറ പറയുന്നത് രസമുള്ള ഒരു കാര്യമാണ്. ജിൻഡോ ഭയങ്കര ട്യൂബ്ലൈറ്റ് ആണ്. ജിൻഡോ ഒരു പഴയ ഗെയിമാണ് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളത് ജിൻഡോയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല. ജിൻഡോ ഇതിനെ ആലോചിച്ച് എടുക്കണം. ജാൻമണി അൻസിബയാണ് പറയുന്നത്. അൻസിബ ജാൻമണി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കിളിവോ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ എന്തോണ് പറയുന്നത്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. നന്ദി.